ഗുഡ് മോർണിംഗ് ഗൈസ്, മെറാണ് കേട്ടോ. ഈ ഡേ ഇൻ മൈ ലൈഫിലെ കുറച്ച് സംഭവങ്ങൾ മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നെൻ്റെ ഫസ്റ്റ് ഓഫാണ് കേട്ടോ. രാവിലെ തന്നെ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. രാവിലെ ഫ്രഷായി കണ്ണെഴുതി പൊട്ടും തൊട്ട് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് നെക്സ്റ്റ് ഒരു ഗ്രീൻ ടീ കുടിച്ചാലോ എന്നുള്ള തോന്നലായി. അങ്ങനെ കിറ്റിൽ വെള്ളം ചൂടാക്കി ഗ്രീൻ ടീ റെഡിയാക്കി. സോ അടുത്ത സ്റ്റെപ്പ്, ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. സോ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ച് അതിന് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് പിന്നെ റൂം ക്ലീനിങ് ആക്കും. പൊതുവെ എൻ്റെ എല്ലാ റോസ്റ്റർ കഴിയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഓഫിന് ഞാൻ കൃത്യമായി ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ റൂം വൃത്തിയാക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഉണ്ടാകത്തില്ല. ലൈഫിൽ ഞാൻ എന്നും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണത് കേട്ടോ. എനിക്ക് എല്ലാ ആഴ്ചയിലും എൻ്റെ ഫസ്റ്റ് ഓഫിൽ റൂം വൃത്തിയാക്കി തൂത്ത് തുടച്ച് ബെഡ്ഷീറ്റൊക്കെ മാറി കുളിച്ച് വൃത്തിയാകുമ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം, എല്ലാ ദിവസവും കുളിക്കും കേട്ടോ. പക്ഷേ റൂം വൃത്തിയാക്കിയത് ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് കമ്പൽസറിയാണ്. ലൈഫിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ റൂമൊക്കെ തൂത്ത് വാരിയതിന് ശേഷം എൻ്റെ യൂണിഫോം ഞങ്ങൾ ലോണ്ട്രി കൊടുത്താണല്ലോ കഴുകുന്നത്. അപ്പോൾ അതെല്ലാം അടുക്കി പെറുക്കി വെച്ചു. ആഫ്റ്റർ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഈ യൂണിഫോം എയർപോർട്ടിൽ കൊടുക്കാനുള്ളതാണ്. സോ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം റൂം തൂത്തുവാരി ഓൾറെഡി ഞാൻ ഇനി റൂം തുടയ്ക്കുന്ന പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അടുക്കി പെറുക്കി വെച്ചാലേ റൂം തുടയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിൽ അടുക്കി പെറുക്കി വെച്ച് ഞാൻ റൂം തുടയ്ക്കാൻ തുടങ്ങി. നല്ല മണമൊക്കെ ഉള്ള എന്തൊക്കെയോ കുറേ ഡിറ്റർജൻ്റൊക്കെ ഇട്ടിട്ടാണ് റൂം തുടയ്ക്കുന്ന പ്രോസസ്സിലേക്ക് ഇടുന്നത്. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി തുടച്ചു, ബെഡ്ഷീറ്റെല്ലാം മാറ്റി അവിടെയെല്ലാം തൂത്ത് വാരി തൂത്ത് തുടച്ചു. അങ്ങനെ കുറേ ഇതുണ്ട്. കാരണം ഒരാഴ്ച ഫുള്ള് വൃത്തികേടായി കിടക്കുമായിരുന്നല്ലോ. എന്നും ഡ്യൂട്ടിക്ക് പോകും, തിരിച്ചു വരും, കയറി കിടന്നുറങ്ങും, പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ ആ ഒരു പ്രോസസ്സിൽ വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കില്ല. ഈ ഒരു ഉറക്കം ഡ്യൂട്ടിക്ക് പോവുക, ഉറക്കം ഡ്യൂട്ടിക്ക്. അതിനുശേഷം റൂമിൽ ഇച്ചിരി മണമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അഗർബത്തി കത്തിച്ചു. ചില നാട്ടിൽ അഗർബത്തി എന്ന് പറയും, ചില നാട്ടിൽ സാമ്പ്രാണി എന്നൊക്കെ പറയും. അങ്ങനെ അഗർബത്തിയൊക്കെ കത്തിച്ചു വെച്ച് റൂം ഒന്ന് സെറ്റാക്കി. ഇനി സെറ്റാക്കിയ റൂം നിങ്ങൾക്കും കൂടെ കാണണ്ടേ? അപ്പം കണ്ടോളൂ ഞാൻ എങ്ങനെയാണ് എൻ്റെ റൂം സെറ്റാക്കിയതെന്ന്. സോ ഞാൻ എങ്ങനെയാണ് എൻ്റെ റൂം സെറ്റാക്കിയത്? എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ എൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നത് എൻ്റെ ദൈവത്തോടാണ് കേട്ടോ. പിന്നെ എനിക്ക് കൂട്ടായിട്ട് കുറച്ച് മീനുകളുണ്ട്. ഈ മീനുകൾക്ക് എന്നും തീറ്റ കൊടുത്തില്ലെങ്കിലും 2 ദിവസം കൂടുമ്പോൾ ഞാൻ തീറ്റ കൊടുക്കാറുണ്ട്. പിന്നെ പാട്ട്, അതെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇതാണ് എൻ്റെ ബെഡ്, ഇതാണ് എൻ്റെ ലോകം, ഇവിടെയാണ് എല്ലാം. എൻ്റെ മേക്കപ്പ് സെറ്റ് ഇതൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ ഡേ ഇൻ മൈ ലൈഫിലെ ചെറിയ വീഡിയോ ഇവിടെ കണ്ട് അവസാനിക്കുന്നത്. താങ്ക് യു, ബൈ ബൈ.